പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ജിൻസൺ. എൻ്റെ ഭാര്യ ലേഖ ജിൻസൺ. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും അവിടെ കണ്ടു കാണും. ഞാൻ ലീവിന് വരുമ്പോഴൊക്കെ ആ ദേവാലയത്തിൽ വന്ന്, ആ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ശുശ്രൂഷകനായി അവിടെ നിൽക്കാറുണ്ട്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കുടുംബം മുഴുവനും പലപ്പോഴും അവിടെ വന്ന് ധ്യാനം കൂടിയിട്ടുള്ളതാണ്, ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ നിന്നാണ്. ലേഖയുടെ ഡെലിവറി 8-ാം തീയതി ആയിരുന്നു. ഇന്നലെ റൂമിലേക്ക് കൊണ്ടുവന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ട്വിൻസാണ്, 2 ആൺകുഞ്ഞുങ്ങൾ. ഏകദേശം 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ആദ്യ പെൺകുഞ്ഞുണ്ടായത്. പേര് വയല ജിൻസൺ. പിന്നീട് ട്വിൻസായിരുന്നു, 2 ആൺകുഞ്ഞുങ്ങൾ. ബ്രദർ അവിടെ വന്ന് ജോസ് ബ്രദറിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം ബ്രദർ പറഞ്ഞത്, ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 4 കുഞ്ഞുങ്ങളെ വരെ നിങ്ങൾക്ക് നൽകുന്നു എന്നാണ്. എല്ലാം ഭംഗിയായി പോകുന്നു, സന്തോഷത്തോടെ പോകുന്നു. അപ്പോൾ ഞങ്ങൾ നാളെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയായിട്ട് എനിക്ക് വരാൻ സാധിക്കില്ലല്ലോ എന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങളെടുത്തൊരു തീരുമാനമാണ്, സാക്ഷ്യം പറയണമല്ലോ, ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് തന്നെ സാക്ഷ്യം പറയാമെന്നുള്ളത്. കാര്യം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഏതൊരു ക്രിസ്ത്യാനിയും 2 കാര്യമാണ് ഏറ്റവും കടമയായി ചെയ്യേണ്ടത്. ഒന്ന്, സാക്ഷ്യമുള്ളവനാവുക, നന്ദിയുള്ളവനായിരിക്കുക. 2ാമത്, ദൈവത്തെ ആരാധിക്കുക. എല്ലാവരും ധ്യാനകേന്ദ്രത്തിൽ വരിക, എപ്പോഴും വരിക, ഞങ്ങളും വരുന്നു. അവിടെ വന്നുള്ള ആ വലിയ ആരാധനയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരും ഒരു ദാഹമാണ്. തീർച്ചയായും ഡീറ്റെയിൽ ആയിട്ടുള്ള ഞങ്ങളെല്ലാവരും വന്ന് ദൈവസന്നിധിയിൽ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാനായി ഞങ്ങളെല്ലാവരും അവിടെ വരുന്നതായിരിക്കും. ഗുഡ് ഈവനിങ്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.